വെള്ളാപ്പള്ളിയെ പ്രകാശ് ജാവ്ദേക്കർ വന്ന് കണിച്ചുകുളങ്ങരയിൽ കണ്ടു, തൊഴുതു മടങ്ങി. ഇത് ആ തൊഴുതു മടങ്ങലോടുകൂടി അവസാനിക്കുമോ? ഇല്ല, അതൊരു വലിയ കോൺസ്പിരസി എന്ന് നമ്മൾ പറയുന്നതിൽ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന വെള്ളാപ്പള്ളിയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. കോൺഗ്രസിലുണ്ട്, CPM-ലുണ്ട്, CPI-യിലുണ്ട്, BJP-യിലുമുണ്ട്. കാരണം ഇവരെല്ലാം രാഷ്ട്രീയക്കാരാണല്ലോ. ഇപ്പൊ രാഷ്ട്രീയക്കാരെന്ന രീതിയിൽ കേരളത്തിന്റെ ഏകദേശം 20 മുതൽ 27% വരെ ജനസംഖ്യയുള്ള, അല്ലെങ്കിൽ ഹിന്ദു ജനസംഖ്യയിലെ ഏറ്റവും കൂടുതലുള്ള ഒരു സമുദായമാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഒപ്പം നിർത്തുക എന്നുള്ളത് മുന്നണികളുടെ ആവശ്യമാണ്. പക്ഷെ കുഴപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രീ ആയിട്ട് ആരും ഒപ്പം നിൽക്കുകയില്ലല്ലോ. അദ്ദേഹത്തിന്റെ പരാതി പരിഹരിക്കാൻ ആരും തയ്യാറാകുന്നില്ല. അദ്ദേഹത്തെ എല്ലാവർക്കും വേണം. അപ്പൊ അദ്ദേഹം നേരിട്ട് വന്നില്ലെങ്കിലും അദ്ദേഹത്തെ പല രീതിയിൽ പിടിച്ച് അകത്തിടുക, വിരട്ടി അകത്തിടുക തുടങ്ങിയതൊക്കെ നമ്മൾ കുറെ കണ്ടതാണല്ലോ. അപ്പോൾ സഹി കെട്ടിട്ട് അദ്ദേഹം നേരത്തെ, അതായത് ഈ 1ാം പിണറായി വിജയന്റെ മന്ത്രിസഭ വരുന്നതിന് മുൻപ് അദ്ദേഹം വളരെ സജീവമായിട്ട് പത്രമാധ്യമങ്ങളിൽ പ്രസ്താവന നടത്തുമായിരുന്നു. അതായത് എല്ലാം വാരിക്കോരി ന്യൂനപക്ഷങ്ങൾക്കാണ് കൊടുക്കുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്. ഈ പ്രസ്താവനയ്ക്ക് ശേഷം പിന്നെ അദ്ദേഹം നടത്തിയ പരിപാടിയാണ്, രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ വേണ്ടി ചെയ്തതാണ് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന. അത് പിന്നീട് ഒരു പ്രഹസനമായി പോയി എങ്കിലും അത് അദ്ദേഹം മുന്നോട്ട് ആർ ശങ്കറും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തെ വർഗീയവാദി എന്ന് ആരും വിളിച്ചിട്ടില്ല. ഇല്ല, പക്ഷെ അദ്ദേഹം ഇത് ചെയ്തപ്പോൾ അദ്ദേഹത്തെ വർഗീയവാദി എന്ന് വിളിക്കുക മാത്രമല്ല, ആ ടൈറ്റിൽ അങ്ങ് എഴുതി അദ്ദേഹത്തിന്റെ നെറ്റിയിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തു. അപ്പൊ അതോടുകൂടി അദ്ദേഹത്തോട് കൂടുതൽ അടുക്കാനായിട്ട് CPM വ്യഗ്രത കാട്ടി. കാരണം ഈ CPM-ന്റെ അടിസ്ഥാന വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും SNDP ആണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് കൂടാതെ ഹിന്ദു ബേസ് ഉള്ള, ഹിന്ദു വോട്ട് ബാങ്കുള്ള ആ ഒരു പാർട്ടിയിൽ നിന്ന് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് വെച്ചാൽ, നമ്പൂതിരി എന്ന് പറയുന്ന സാധനം ഇല്ല, അതവർക്ക് പ്രശ്നമല്ല. പക്ഷെ നായാടി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ KPMS ഉൾപ്പെടെയുള്ള ദളിത് വിഭാഗങ്ങളെ മൊത്തത്തിൽ ആ ഒരൊറ്റ വാക്കിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന്റെ അപകടം മണത്തു മുന്നണികൾ. അപ്പൊ അപകടം മണത്തപ്പോഴും ഇത് വെള്ളാപ്പള്ളി നടേശൻ നമുക്കറിയാം, അദ്ദേഹം അടിസ്ഥാനപരമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അല്ലെങ്കിൽ SNDP-യുടെ ഒരു ധാര കുറെ വർഷങ്ങളായിട്ട് ഇതിനോടൊപ്പമായിരുന്നു. ഈ വയലാറും പുന്നപ്രയിലേക്ക് വെടികൊണ്ട് മരിച്ചതല്ല നമുക്കറിയാം. SNDP-ക്കാർ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണെന്ന് മാത്രമല്ല, ആ വിഭാഗത്തിലുള്ള ആൾക്കാരെ മരിച്ചതല്ല. പിന്നെ ഈ പാർട്ടിയുടെ നേതൃത്വം, അതായത് CPM-ന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും SNDP സമുദായവുമായിട്ട് വളരെ അടുത്ത ബന്ധമോ അല്ലെങ്കിൽ ആ സമുദായ അംഗങ്ങളോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിഭാഗത്തെ വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ഒരു വലിയ വോട്ട് ബാങ്കിന്റെ ഉടമയായി അദ്ദേഹം മാറും. ഹിന്ദു വോട്ട് ബാങ്കിന്റെ ഉടമയായിട്ട് അദ്ദേഹം മാറും. അന്ന് പെരുന്നയിൽ നിന്നും ഇതുമായിട്ടുള്ളൊരു പങ്കാളിത്തത്തിന് വേണ്ടി അദ്ദേഹം കിണഞ്ഞ് ശ്രമിച്ചിരുന്നു. പക്ഷെ അവരെപ്പോഴും ഈ സമദൂരം എന്നൊരു ആശയത്തിനപ്പുറത്തേക്ക് പോകുന്നില്ല. തട്ടിത്തകരുന്നത് എപ്പോഴും ഈ സംവരണ വിഷയത്തിലുമാണ്. ആക്ച്വലി ഇത് ഹിന്ദുക്കളെ ബാധിക്കുന്നൊരു വലിയ വിഷയമല്ല, അതിനപ്പുറമുള്ള വിഷയങ്ങളുണ്ട്. സംവരണം ഇപ്പൊ കൊടുക്കുന്നത് തെറ്റായ രീതിയിലാണ്, അർഹതയില്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ട്. അത് സംവരണം അടിസ്ഥാന സ്വഭാവമായി കൊടുക്കേണ്ടവരിൽ നിന്ന് എടുത്തു മാറ്റി മറ്റു വിഭാഗങ്ങൾ കൊടുക്കുന്നു, ഇതൊക്കെ പരാതികളാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇവർ തമ്മിൽ എപ്പോഴും കലഹമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒന്നിച്ചു പോവുകയില്ലെന്നും അറിയാം. പലതരത്തിലുള്ള ഈ മേൽത്തട്ട് കേസുണ്ടല്ലോ, നമ്മൾ പറയില്ലേ, എന്താണ് വെണ്ണപ്പാളി എന്ന് പറയുന്ന എന്നും പറഞ്ഞൊരു കേസൊക്കെ അതൊക്കെ നേരത്തെ നമ്മൾ കേട്ടിരുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എന്നും പറഞ്ഞ് ഒരു കേസിൽ ഇദ്ദേഹം പ്രതിയാകാൻ പോകുന്ന ആ ഒരു അവസ്ഥ വന്നു. രാഷ്ട്രീയകരണം ശ്രദ്ധിച്ചതാണ്. ഇതുകൂടാതെ പിന്നെ ഒരു അദ്ദേഹത്തിന്റെ ശാഖയിലെ ഒരു പ്രധാന വ്യക്തി, കണിച്ചുകുളങ്ങരയിൽ തന്നെ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു. ഇദ്ദേഹത്തിന്റെ പേരെഴുതി വെച്ചുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെ പ്രതിയാക്കാൻ മതിയായ തെളിവുണ്ടെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്നത്. അപ്പൊ എന്തായാലും ഇവയിലെല്ലാം ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്, അദ്ദേഹം കുറ്റവാളിയാണോ അല്ലേ എന്നത് നമുക്ക് അറിഞ്ഞുകൂടെ, കോടതി തീരുമാനിക്കേണ്ടത്. പക്ഷെ അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചിരുന്നു. ഈ ശ്രമമെല്ലാം അദ്ദേഹത്തിന്റെ നീക്കങ്ങളെ കടിഞ്ഞാണിടുവാനും അദ്ദേഹത്തെ തങ്ങളുടെ ഇംഗിതത്തിന്, ഭരണകക്ഷിയുടെ ഇംഗിതത്തിന് അനുസരിച്ച് കൊണ്ടുവരുവാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് സാധാരണ വെറുതെ ഒരു ചിന്തയിൽ പോലും നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പൊതുവെ CPM അനുകൂലമായി മാറി. വളരെ മികച്ച ഒരു CPM-കാരനെ പോലെ അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ ഇപ്പുറത്ത് BDJS എന്ന് പറഞ്ഞൊരു സംഘടനയുടെ BJP-യിലേക്കുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള ഘടകകക്ഷി, NDA-യുടെ ഘടകകക്ഷി എന്ന ആ മുന്നേറ്റത്തിന് അത് മുടന്തിപ്പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ CPM ആണോ BJP ആണോ, അണികൾക്ക് കൺഫ്യൂഷനായി. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈ SNDP യോഗത്തിന്റെ സമീപകാല ചരിത്രത്തിലെ ഇതിഹാസ തുല്യമായ പ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യൻ ഒരു ഭാഗത്ത്,
അദ്ദേഹത്തിന്റെ പുത്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരാൾ മറ്റൊരു ഭാഗം. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി SNDP യോഗത്തെ പല വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ പറ്റുന്ന കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ സംഘടനയിൽ തന്നെ എതിരാളികളുണ്ടായി, ഹൈക്കോടതിയിൽ ധാരാളം കേസുകൾ വന്നു, നിരവധി കേസുകളിൽ അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെയെല്ലാം അദ്ദേഹം മുന്നോട്ട് പോയി. അവസാനം ഇപ്പോൾ അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിശക്തമായ ഭാഷയിൽ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ആ വൈകാരികമായ എടുത്തുചാട്ടങ്ങളെ CPM-നോടൊപ്പം അദ്ദേഹം വളരെ ആഴത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായില്ലെന്ന് തോന്നൽ കൊണ്ടായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ പറയാതിരുന്നത്. എന്നാൽ അദ്ദേഹം പാർട്ടിയോട് ഇത്തിരി അകലുകയാണോ എന്നൊരു സന്ദേശം പോലെ, അല്ലെങ്കിൽ ഇനി ഒരുപക്ഷെ വീണ്ടും ഒരു പിണറായി ഭരണം ഉണ്ടാകില്ലെന്നൊരു തോന്നൽ കൊണ്ടാണോ എന്താണോ എന്ന് അറിഞ്ഞുകൂടാ, അദ്ദേഹം ഇപ്പൊ അതിശക്തമായിട്ട് മലപ്പുറത്തെ വിഷയമെല്ലാം സംസാരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഇങ്ങനെ വന്നപ്പോഴാണ് അടുത്ത വാചകം വന്നത്, ഇദ്ദേഹത്തോടൊപ്പം കാറിൽ കയറിയത്. അതിൽ ഘടകകക്ഷി കയറി പിടിച്ചു. അതൊരു വലിയ വിവാദമായി. മുഖ്യമന്ത്രി മൗനം പാലിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഈ ഘടകകക്ഷി കയറി പിടിച്ച ഘടകകക്ഷി അവിടെ ചെന്നിട്ട് ആ പറഞ്ഞ നേതാവ് തന്നെ അവിടെ ചെന്നിട്ട് 2 ലക്ഷം രൂപ സംഭാവനയായിട്ട് വിരിച്ചുകൊണ്ട് പോയ ആളാണ്. അത് വേണം. അതൊക്കെ പുറത്തു വരുന്നോർത്തായിരിക്കും. അദ്ദേഹം പറഞ്ഞു വെള്ളാപ്പള്ളിയോടൊരു സംഘർഷത്തിന് ഇല്ല എന്നും കൂടെ എല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹത്തെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സൈബർ ആക്രമണവും അതോടൊപ്പം തന്നെ ചില ഈ നാവ് പ്രത്യേകമായ രീതിയിലൊക്കെ വാടകയ്ക്ക് ഉപയോഗിക്കുന്ന ചില ബുദ്ധിജീവികളുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിനെതിരെ കടന്നാക്രമണമൊക്കെ ഉണ്ടായി. അങ്ങനെ സംഭവിച്ചപ്പോൾ അദ്ദേഹത്തെ പ്രതിരോധിക്കാനായിട്ട് വേറെ ആരും വന്നില്ല. വന്നത് BJP ആണ്. BJP വന്നപ്പോൾ BJPയോട് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടൊരു അനുഭാവമുണ്ട്. കാരണം ഈ BJPയുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഭൂരിപക്ഷ കേന്ദ്രീകൃതമാണ്. ഇദ്ദേഹം ഭൂരിപക്ഷത്തിനൊന്നും കിട്ടുന്നില്ലെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഭൂരിപക്ഷത്തിന്റെ കേന്ദ്രീകരണം 2 കൂട്ടരും ഒന്നിച്ചു നിന്നാൽ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം പോലുള്ള മേഖലകളിൽ SNDP യോഗത്തിന്റെയും കുറേയേറെ മൗനാനുവാദത്തോടുകൂടി വോട്ടുകൾ ഈ പറയുന്ന മേയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. കാരണം അവിടെ BJP സ്ഥാനാർത്ഥികളാക്കിയതിൽ ബഹുഭൂരിപക്ഷവും SNDP യോഗവുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് ഒരു ഹിന്ദു ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള BJPയുടെ അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടിനോട് ഇദ്ദേഹം ലയിച്ചു ചേരുമെങ്കിൽ ആദ്യമേ തന്നെ അതിന്റെ നടുക്കഷ്ണം നമുക്ക് തന്നെ കിട്ടണമെന്ന രീതിയിൽ പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സന്ദർശിച്ചു. അതൊരു ദേശീയ നേതാവാണെന്ന് ഓർക്കണം. മറ്റൊരാളും അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും. എന്നു മാത്രമല്ല, ഇദ്ദേഹം വളരെയധികം ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു നേതാവ്, വേട്ടയാടിപ്പെടുന്ന ഒരു നേതാവാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? സത്യമാണ്. വാസ്തവത്തിൽ സത്യം പറഞ്ഞ ഉടനെ വർഗീയത എന്ന് പറയും. SNDP യോഗത്തിന് എയ്ഡഡ് സ്കൂളുകളൊന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. മലപ്പുറത്ത് 24 സ്കൂളുകൾ അനുവദിച്ചപ്പോൾ 23 കൊടുത്തു മുസ്ലിം ലീഗിനാണ്. അറിയാമല്ലോ എയ്ഡഡ് സ്കൂളിൻ്റെ ഗുണം എന്താണെന്ന്. ആ മുതലാളിമാർക്ക് 5 പൈസ മുടക്കണ്ട, ശമ്പളമെല്ലാം ഗവൺമെൻറ് കൊണ്ടുവരുള്ളൂ. വാസ്തവത്തിൽ എയ്ഡഡ് സ്കൂൾ കൊണ്ടാണ് കേരളം മുടിയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആവശ്യമില്ലാതെ ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന ഒന്നുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ശമ്പളം എല്ലാം സർക്കാരും കൊടുക്കും, ക്യാപിറ്റേഷൻ ഫീസും തലവരിപ്പണവും എല്ലാം മുതലാളിമാരും വാങ്ങിച്ചു. നല്ല ലാഭമാണ് എയ്ഡഡ് സ്കൂൾ എന്ന് പറയുന്ന പരിപാടി. മനസ്സിലായില്ലേ? ഒന്നും അറിയണ്ട. അധ്യാപകർക്ക് നല്ല ശമ്പളം കിട്ടും, പെൻഷനും കിട്ടും. ഇതിനുമൊക്കെ മുടക്കുന്ന പണം കൊണ്ടാവും. എന്നിട്ട് വിദ്യാഭ്യാസം അല്പമെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ടോ? നിലവാരം എത്ര മോശമാണ്. അക്ഷരം അറിയാൻ വയ്യാത്തവര്, കൂട്ടാൻ അറിയാൻ വയ്യാത്തവര്, കിഴിക്കാൻ അറിയാൻ പറ്റാത്തവര് ഇറങ്ങി വരുന്നത്. അങ്ങനെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇത് കച്ചവടമാണ്. ശരിക്കും പറഞ്ഞാൽ ബാർ, ഹോട്ടൽ എന്നൊക്കെ പറയുന്ന വ്യവസായം പോലൊരു കച്ചവടമാണ്. ആ കച്ചവടത്തിൽ തനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് അദ്ദേഹം കൊതിക്കരുവ് പറഞ്ഞത്. സത്യമാണ്. ഇവരെ പണ്ട് ഈ ഈഴവരുമായിട്ട് ചേർന്ന് സംവരണ മുന്നണി എന്നും പറഞ്ഞൊരു മുന്നണി ഉണ്ടാക്കി. ഇവരെ ഒത്തുചേർന്ന് അതിന് വോട്ടും കൊടുത്തു വെള്ളാപ്പള്ളിയുടെ സമുദായം. അന്ന് കുഞ്ഞാലിക്കുട്ടി സാബ് പറഞ്ഞത്, നിങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കൽ ഇങ്ങനെ 23-1 ഇക്വേഷൻ. കേരളത്തിൽ മുഴുവൻ അതാണ്. ആ അനീതിക്കെതിരെ പറഞ്ഞപ്പോൾ അത് വർഗീയത എന്ന് പറഞ്ഞ് മൈക്കും ചൂണ്ടി തോക്ക് പിടിക്കുന്ന പോലെ ചൂണ്ടിക്കൊണ്ട് പത്രക്കാരൻ ചോദിച്ച്, എന്തിനാ നിങ്ങൾ നയനാരുടെ ഇതല്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാറെ കയറി എന്തിനാന്നൊക്കെ ചോദ്യം ചെയ്താൽ അതൊരു വൃത്തികെട്ട ചോദ്യം ചെയ്യലല്ലേ? അതൊരു പ്രായമായിട്ടൊരു മനുഷ്യൻ നടക്കാൻ പോലും വയ്യാതെ ഇങ്ങോട്ട് വരിക, തോക്കും ചൂണ്ടിക്കൊണ്ട് അയാളുടെ നെഞ്ചിന് നേരെ നിറയൊഴിക്കാൻ ചെല്ലുന്ന പോലെ ചെയ്യുന്നത് വൃത്തികെട്ട പരിപാടിയല്ലേ? പത്രക്കാർ കാണിക്കുന്നത് അങ്ങനെയായിരിക്കാൻ പറ്റും. 80 വയസ്സുള്ള മനുഷ്യൻ ഇതിനെ എന്തിനാ വർഗീയതയായിട്ട് വെച്ച് അദ്ദേഹത്തിന് നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ എന്തായാലും നേതാക്കന്മാർ പറഞ്ഞു. ലീഗ് നേതാക്കന്മാർ ഇതിനേക്കാൾ എത്ര വർഗീയത പറയുന്നു. മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ ആരാ?
മതേതരമെന്ന് അവകാശപ്പെടാൻ വെള്ളാപ്പള്ളി അവർ പറഞ്ഞതിനെയൊക്കെ ചൂണ്ടിക്കാണിക്കുക ചെയ്തിട്ടുള്ളൂ. അവർക്ക് അങ്ങനെ പറയുന്നവർക്ക് ധാർമ്മികമായിട്ട് അവകാശമുണ്ടോ വെള്ളാപ്പള്ളിക്ക് നേരെ പിന്നെ മൈക്ക് ചൂണ്ടാൻ അല്ലെങ്കിൽ തോക്കി ചൂണ്ടാൻ? ഇത് തന്നെയാണ് പ്രശ്നം. തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്നെ BJP ആക്കി. ഇതാണ് അതിൻ്റെ ഒരു സത്യം. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.